ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാവിലെ സുധീഷും ഹരീഷും ഫോണിൽ നോക്കി ഹോളിൽ നിൽക്കുകയാണ്. കുറച്ചിപ്പുറത്തായി നിൽക്കുകയാണ് നികേഷ്. ഉറക്കം എഴുന്നേറ്റ് നിധി അവിടേക്ക് വരുമ്പോൾ നികേഷ് പറയണ ഏട്ടത്തി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് നിധി പറയുമ്പോൾ നികേഷ് പറയണ ഏട്ടത്തി ഇന്ന് ലേറ്റ് ആയെന്ന് തോന്നുന്നല്ലോ എഴുന്നേൽക്കാൻ. അപ്പൊ നിധി പറയുന്നു ടയേർഡായി പോയടാ, 4 ദിവസം പുറത്ത് താമസിച്ചതല്ലേ, ശരിക്കും ഉറങ്ങിയില്ലായിരുന്നു. വീട്ടിൽ വന്ന് കിടന്നപ്പോഴാ നന്നായിട്ട് ഉറങ്ങിയത്. സുധീഷ് പുതിയ ഹരീഷിനോട് പറയണ കേട്ടില്ലേടാ, ഇവിടെ വന്ന് കിടന്നാലേ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അപ്പൊ ഹരീഷ് പറയണ എനിക്കും അവിടെ ഉറക്കം വന്നില്ല, എന്തൊരു കൊതുകടിയായിരുന്നു, അതായിരിക്കും. അപ്പൊ സുധീഷ് പറയണ ഒന്ന് മിണ്ടാതിരിക്കടാ, ഈ വീട് അവളുടെ വീടായിട്ടാണ് അവള് കാണുന്നത്, ഈ വീട് അവൾക്ക് കംഫർട്ടബിൾ ആയതുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞേ. സുഭാഷ് ചോദിക്കുന്നു മോളെ ഇന്ന് ഓഫീസിൽ പോണ സുഭാഷ് ഇട്ടാന്ന് നിധി വിഷമത്തോടുകൂടി പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു എന്താ നിധിക്കൊരു വിഷമം? അപ്പൊ നിധി പറയണ 4 ദിവസം സന്തോഷമായിട്ട് ക്ഷേത്രത്തിലൊക്കെ കറങ്ങി നടക്കുകയല്ലായിരുന്നോ, ഇനിയും ഓഫീസിൽ പോണം, അതോർക്കുമ്പോൾ ഒരു വിഷമം. അപ്പൊ സുധീഷ് പറയണ എങ്കിൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിപ്പൊക്കെ പോകാം. ഇത് കിട്ടിയ നിധി പറയണ അത്രയും ലീവൊന്നും ഓഫീസിൽ തരില്ല, ഇനി 4-5 മാസം കഴിഞ്ഞിട്ടേ അടുത്ത ലീവുള്ളൂ. സുധീഷ് പറയണ ശരി, 4-5 മാസം കഴിഞ്ഞിട്ട് നമുക്കൊരു സൂപ്പർ ട്രിപ്പ് പോകാം. ശരി സുധീഷ് എന്ന് പറഞ്ഞ് നിധി വാഷ്റൂമിലേക്ക് പോവുകയാണ്. സുധീഷ് പറയണ കേട്ടില്ലേടാ. തുടർന്ന് അവിടേക്ക് വരികയാണ് സിദ്ധാർത്ഥ്. ഇവൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞ് സുധീഷ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. സിദ്ധാർത്ഥ് ചോദിക്കുന്നു കസിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ? കുഴപ്പമൊന്നും ഇല്ലാന്ന് സുധീഷ് പറയുമ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ് 2-3 ദിവസമായിട്ട് ഓഫീസിൽ വരുന്നില്ല, ലീവ് പറഞ്ഞായിരുന്നല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ സിദ്ധാർത്ഥ് പറയണ ബ്രദർ ലീവ് പറഞ്ഞായിരുന്നു, എന്നാലും ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. നിധിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സുധീഷ് പറയണ നിധിക്ക് കുഴപ്പമൊന്നുമില്ല, എന്തിനാ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്ന് പോയി ജോലി ചെയ്യാൻ നോക്കൂ. സിദ്ധാർത്ഥും സുധീഷും കൂടി സംസാരിച്ചു നിൽക്കുമ്പോൾ അവിടേക്ക് വന്ന സുഭാഷ് സന്തോഷത്തോടുകൂടി സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് വന്ന് സ്വീകരിക്കുകയാണ്. എന്താ പുറത്ത് വെക്കുന്നത്, അകത്തേക്ക് വാ. എടാ സുധീഷ്, പുറത്ത് നിർത്തിയാണോ സംസാരിക്കുന്നത്? അകത്തേക്ക് വിളിക്കാഞ്ഞതെന്താ? വരൂ നമുക്ക് അകത്തേക്ക് പോവാന്ന് പറഞ്ഞ് സുഭാഷ് സിദ്ധാർത്ഥിനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് സിദ്ധാർത്ഥിനെ കാണുന്ന നിധി ചോദിക്കുന്നു സാറെന്താ ഇവിടെ? അല്ല നിധി 2-3 ദിവസമായിട്ട് ഓഫീസിലേക്ക് വരുന്നില്ലല്ലോ എന്ന് സിദ്ധാർത്ഥ് പറയുമ്പോൾ നിധി പറയണേ ഞാൻ ലീവ് പറഞ്ഞായിരുന്നല്ലോ. സിദ്ധാർത്ഥ് പറയുന്നു പറഞ്ഞായിരുന്നു, എന്നാലും ഒരു ടെൻഷൻ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് കേട്ട് സുധീഷ് ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി പറയുകയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല സർ, ഞങ്ങൾ ഫാമിലിയായി തറവാട്ടമ്പലത്തിൽ പോയതാ, അതാ 4 ദിവസം ലീവ് ചോദിച്ചത്. ഇത് കേട്ട് സിദ്ധാർത്ഥ് പറയുകയാണ് ഓക്കെ, ജേർണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു എന്ന് നിധി പറയുമ്പോൾ സുഭാഷ് സിദ്ധാർത്ഥിന് ചായ കൊണ്ട് കൊടുക്കുകയാണ്. ചായ കുടിച്ചു നോക്കി സിദ്ധാർത്ഥ് പറയുകയാണ് ബ്രദർ ചായ നന്നായിട്ടുണ്ട്, താങ്ക് യു എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയണ സുഭാഷേട്ട് നന്നായി ചായ ഉണ്ടാക്കും. സിദ്ധാർത്ഥ ചോദിക്കുന്നു നിധിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സുധീഷ് പറയണ ഞങ്ങള് തറവാട്ടമ്പലത്തിൽ പോയതാണ്, അല്ലാതെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കാനായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല, നിധിക്ക് ഒരു കുഴപ്പമില്ല. നിധി പറയണ സിദ്ധാർത്ഥ് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നോ, ഞാൻ ഇന്ന് ഓഫീസിലേക്ക് വരുമായിരുന്നു. അങ്ങനെ നിധിയും സിദ്ധാർത്ഥും സന്തോഷത്തോടു കൂടി സംസാരിക്കുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് സുധീഷ്. പെട്ടെന്ന് സുധീഷ് സിദ്ധാർത്ഥിന്റെ ഷട്ടർ കുത്തിപ്പിടിച്ചിട്ട് എഴുന്നേൽക്കടാ, അവള് ലീവ് പറഞ്ഞതല്ലേ, നീ പിന്നെന്തിനാ ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്ന, നീ സ്കോർ ചെയ്യുകയാണോ, നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് സുധീഷ് സിദ്ധാർത്ഥിനെ തല്ലുകയാണ്. അയ്യോ വേണ്ടെന്ന് പറഞ്ഞ് തടയാൻ ശ്രമിക്കുകയാണ് സുഭാഷും നിധിയും ഹരീഷും നികേഷും എല്ലാം. സുധീഷ് സിദ്ധാർത്ഥിനെ തല്ലി ചതയ്ക്കുകയാണ്. ഒരു കസേര എടുത്ത് സിദ്ധാർത്ഥിനെ തല്ലാനായി തുടങ്ങുകയാണ് സുധീഷ്. ഇത് സുധീഷ് അവിടെ നിന്ന് സ്വപ്നം കാണുന്നതാണ്. സുധീഷിന്റെ കണ്ണു തള്ളി പുറത്തേക്ക് വരുന്നത് കണ്ട് സുഭാഷ് ടെൻഷനോടുകൂടി സുധീഷ് എന്ന് വിളിക്കുന്നു. ഹരീഷ് സുധീഷിനെ തട്ടി വിളിക്കുകയാണ്. ചുറ്റും നോക്കി സുധീഷ് ചോദിക്കുന്നു സ്വപ്നമായിരുന്നു? സിദ്ധാർത്ഥും നിധിയും ഇതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. തറവാട്ടമ്പലത്തിൽ പോയ കാര്യങ്ങളൊക്കെ സിദ്ധാർത്ഥിനോട് പറയുകയാണ് നിധി. തുടർന്ന് സിദ്ധാർത്ഥ് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സുധീഷും പിന്നാലെ പോവുകയാണ്. നിങ്ങൾ നല്ലൊരു ബോസ് ആണല്ലോ, ഓഫീസിൽ ആര് ലീവ് എടുത്താലും ഇങ്ങനെ വീട്ടിൽ പോയി അന്വേഷിക്കാറുണ്ടോ? അപ്പൊ സിദ്ധാർത്ഥ് പറയണ അയ്യോ അങ്ങനെയൊന്നുമില്ല, എല്ലാവരുടെ അടുത്തൊന്നും ഞാൻ പോയി അന്വേഷിക്കില്ല, നിധി ആയതുകൊണ്ടാ വന്നേ. നിധിക്ക് എന്താ സ്പെഷ്യൽ എന്താ സുധീഷ് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ് നിധി ഇപ്പൊ ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ, തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാ വന്നേന്നും പറഞ്ഞു, അധികം പരിചയമില്ലല്ലോ. അപ്പൊ സുധീഷ് പറയണ അതിനല്ലേ ഞങ്ങൾ ഇവിടെ ഉള്ളത്. സിദ്ധാർത്ഥ് ചോദിക്കുന്നു സോറി, ഞാൻ വന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ സുധീഷ് പറയണ അയ്യോ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പൊ സിദ്ധാർത്ഥ് പറയണ നിങ്ങൾ നിങ്ങളുടെ കസിനെ നന്നായി നോക്കുമെന്ന് എനിക്കറിയാം, ഞാൻ ചുമ്മാ കാഷ്വൽ ആയിട്ട് വന്നിട്ട് പോയെന്നേ ഉള്ളൂ. അപ്പൊ സുധീഷ് പറയണ അത് തന്നെ എനിക്ക് സംസാരിക്കാനുള്ളത്, ആ കസിനെ കുറിച്ച്. ഞാൻ നിധിയുടെ അവിടേക്ക് വന്ന നിധി ചോദിക്കുന്നു ഇതുവരെ പോയില്ലേ? ഇല്ല, നിധിയുടെ കസിനോട് സംസാരിക്കുകയായിരുന്നു എന്ന് സിദ്ധാർത്ഥ് പറയുമ്പോൾ സുധീഷ് പറയണ ശരി നിധി അങ്ങ് വരും, നിങ്ങൾ പോയിക്കോ. ശരി പോയിട്ട് വരാന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് പറയണ നിധി ഇവൻ ആള് ശരിയല്ല. എന്താ സുധീഷ് അങ്ങനെ പറയുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ നിധി പറഞ്ഞിട്ടല്ലേ ലീവ് എടുത്തേ, അതെല്ലാം അറിഞ്ഞിട്ടും ഇങ്ങനെ വീട്ടിലേക്ക് വന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ നിധി പറയണ അങ്ങനെയൊന്നുമല്ല, ഒരു സ്നേഹത്തിന്റെ പേര് വന്ന് അന്വേഷിച്ചതേ ഉള്ളൂ, അയാൾ എന്തിനാ വന്ന് അന്വേഷിച്ചെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ അന്വേഷിക്കുന്ന നല്ല കാര്യമല്ലേടാ, ഇപ്പൊ ഞാൻ പോലും അവിനാശ് ജോലിക്ക് വന്നില്ലെങ്കിൽ അവനെ അന്വേഷിച്ച് ഞാൻ വീട്ടിലേക്ക് പോകാറുണ്ട്, അതുപോലായിരിക്കും നിധിയുടെ ബോസും വന്നത്. അപ്പൊ സുധീഷ് ചോദിക്കണ സുഭാഷ് ഏട്ടൻ അവിനാശിനെ തേടി അവിനാശിന്റെ വീട്ടിലേക്ക് പോകുന്നതും നിധിയെ തേടി ബോസ് ഇങ്ങോട്ട് വരുന്നതും ഒരേപോലാണല്ലോ എന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കണ സുഭാഷിനകത്ത് പാചകമൊന്നുമില്ലേ, ഇവിടെ വന്ന് എന്തിനാ ഇങ്ങനെ ഓരോന്ന് പറയുന്നേ? അയ്യോ കറി
അടുപ്പത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് ഓടി പോകുന്നു. നിധി ചോദിക്കുന്നു, സുധീഷ് എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നേ? അപ്പൊ സുധീഷ് പറയണ, അറിയില്ല, അവനെ കാണുമ്പോഴേ എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയി തോന്നുവാ. നിധി ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് ഒരു വലിയ കമ്പനിയിൽ ജോലി നേടി മാറാൻ നോക്ക്. നിധി ചോദിക്കുന്നു, ഹലോ, ഞാൻ ആ ഓഫീസിൽ പോകാൻ തുടങ്ങിയിട്ട് 2 മാസം പോലും ആയില്ല, അതിനുള്ളിൽ ഞാൻ വേറെ കമ്പനിയിൽ ജോലി തേടി പോണോ? വെറുതെ ഓരോന്ന് പറയാതെ സുധീഷ് എന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വഴിയിൽ വെച്ച് നീതുവും സുഭാഷും കൂടി കാണുകയാണ്. നീതു സന്തോഷത്തോടു കൂടി സുഭാഷിന്റെ അരികിലേക്ക് വന്ന് സംസാരിക്കുകയും നീതുവിന്റെ വിവാഹകാര്യത്തെ കുറിച്ച് സുഭാഷ് ചോദിക്കുകയുമാണ്. വേറെ വഴിയില്ലാതാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞെന്നും ആ കല്യാണം മുടക്കാൻ എന്റെ മുന്നിൽ ആ കല്യാണം മുടക്കാൻ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു എന്നൊക്കെ നീതു പറയുകയാണ്. അത് വിടുമോളെന്ന് സുഭാഷ് പറയുമ്പോൾ പുഞ്ചിരിച്ച നീതു പറയണം, സുഭാഷ് ഏട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ, പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തപ്പോൾ കുറച്ച് അടങ്ങി ജീവിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ ഇങ്ങനെ ചതിച്ച് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിച്ചില്ല. അടുത്ത എന്താകും എന്നുള്ള ഭയമാണ്. എന്തിനും വീട്ടിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ. എനിക്കവിടെ ഒരു സമാധാനവും ഇല്ല. എല്ലാവരും എന്റെ ശത്രുക്കളെ പോലെ എനിക്ക് തോന്നുന്നത്. അവർക്കും എന്നോടുള്ള സ്നേഹമൊക്കെ പോയി എന്നെ ഒരു ശത്രുവായിട്ടാ കാണുന്നത്. ചോറിനകത്തെങ്ങാനും വിഷം തരുമോന്ന് പോലുമുള്ള പേടിയുണ്ട്. എന്റെ വീടാണെന്നുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല എനിക്കവിടെ. എന്നെ കോളേജിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവരെന്തോ പ്ലാൻ ചെയ്യുകയാണെന്ന് പോലും എനിക്ക് തോന്നുക. ആ കല്യാണത്തിൽ നിന്നും ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവര് മരിച്ചു കളയെന്നൊക്കെ പറഞ്ഞ് എന്നെ വിരട്ടി. നിങ്ങൾ മരിക്കുന്നെങ്കിൽ മരിക്ക്, ഞാൻ ഹരീഷിനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്ന് ഞാൻ തുറന്നു പറഞ്ഞു. എന്റെ പിടിവാശി കണ്ട് മനസ്സ് മാറി ഹരീഷുമായിട്ടുള്ള എന്റെ കല്യാണം നടത്തി തരത്തുമില്ല അവര്. ഹരീഷിനെ അവര് വെറുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് അച്ഛൻ, അമ്മ, ചേട്ടൻ എന്നുള്ള അറ്റാച്ച്മെന്റും പോയി തുടങ്ങി. ഞാൻ അവരോട് നല്ല രീതിയിൽ സംസാരിച്ചാൽ ഹരീഷിനെ വേണ്ടെന്ന് അവര് പറയുമോന്ന് പേടിച്ച് ഞാൻ എപ്പോഴും ദേഷ്യപ്പെട്ടാ സംസാരിക്കുക. ചില സമയം അച്ഛനെ കാണുമ്പോ പാവം തോന്നും, പക്ഷെ അതുകൊണ്ട് പറയുന്നത് കേട്ട് ഹരീഷിനെ മറക്കാൻ പറ്റുമോ? ഇതിനെല്ലാം ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, ഞാൻ ഹരീഷിനെ കല്യാണം കഴിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരിക എന്നുള്ളതാ. ഞാൻ ഒരു തവണ ബാഗ് എടുത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതാ. അപ്പൊ ഹരീഷ് എന്നെ തിരിച്ച് വീട്ടിലാക്കി. അന്ന് എന്നെ കല്യാണം കഴിക്കാത്തതിന്റെ കാരണം പറഞ്ഞ എന്താണെന്നറിയോ? എന്റെ സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാതെ ഞാൻ കല്യാണം കഴിക്കില്ല. എന്റെ കല്യാണം കഴിഞ്ഞാൽ സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കാതെ പോകുമെന്നുള്ള പേടിയുണ്ടെന്നൊക്കെ പറഞ്ഞ എന്നെ തിരിച്ച് വീട്ടിലാക്കിയത്. ഇത് കേട്ട് സുഭാഷ് വളരെ വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ നീതു പറയണം, ഹരീഷ് പറയുന്നത് എനിക്ക് നന്നായി മനസ്സിലായി. സുഭാഷ് ഏട്ടന് മുന്നേ ഞങ്ങൾ കല്യാണം കഴിച്ചാൽ അത് സുഭാഷ് ഏട്ടന്റെ കല്യാണത്തിന് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാ ശരിയെന്ന് പറഞ്ഞ ഞാൻ വീട്ടിലേക്ക് പോയത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തില് മുന്നോട്ട് പോകുന്നത് വലിയ കഷ്ടമാണ്. അടുത്തത് എന്താ അവര് പ്ലാൻ ചെയ്യാൻ പോകുന്നതെന്നുള്ള ടെൻഷനാ. ഇത്രയൊക്കെ നടന്നിട്ടും ആ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല. എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഞാൻ ഹരീഷിനോട് പറഞ്ഞു. അവൻ പക്ഷെ ആലോചിക്കുന്നു. ഉറങ്ങുമ്പോൾ കൊന്നുകളയോന്ന് പോലുള്ള പേടിയുണ്ട്. എന്റെ അവസ്ഥ പറഞ്ഞാൽ ഹരീഷ് മനസ്സിലാക്കുന്നില്ല. സുഭാഷിന്റെ കല്യാണക്കാരിയോ പറയുന്നേ. ഞാൻ ഹരീഷിനെ നിർബന്ധിച്ചാൽ എന്നെ വേണ്ടാന്ന് പറഞ്ഞു പോകുമെന്നല്ലാതെ സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കാതെ ഹരീഷ് എന്നെ കല്യാണം കഴിക്കില്ല. സുഭാഷ് ഏട്ടന്റെ കല്യാണം നടന്നാലേ ഞങ്ങളുടെ കല്യാണം നടക്കൂ. അതൊന്ന് മനസ്സിലാക്ക്. അപ്പൊ സുഭാഷ് ചോദിക്കണ്ട, അങ്ങനെയൊന്നും ഇല്ല മോളെ. എന്റെ കല്യാണവും നിങ്ങളുടെ കല്യാണവും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? ഞാൻ ഹരീഷിനോട് സംസാരിക്കാം. നിങ്ങളുടെ വീട്ടില് ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ അവനോട് പറയാം. അപ്പൊ നീതു പറയണ, അത് ശരിയാകില്ല. ഹരീഷിനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ സുഭാഷേട്ടന്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്നറിഞ്ഞാൽ എന്നെ വഴക്ക് പറയും. എന്ത് നടന്നാലും സുഭാഷേട്ടന്റെ കല്യാണം നടക്കാതെ ഹരീഷ് എന്നെ കല്യാണം കഴിക്കില്ല. ഇതിനെല്ലാം ഒരേ ഒരു വഴിയേ ഉള്ളൂ, സുഭാഷേട്ടൻ കല്യാണം കഴിക്കുക എന്നുള്ളതാ. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ. സുധീഷ് ബ്രോയ്ക്ക് കല്യാണമായി. നിധി ചേച്ചി നിങ്ങളുടെ വീട്ടിലേക്ക് വരികയും ചെയ്തല്ലോ. ഇനിയും സുഭാഷേട്ടൻ കല്യാണം കഴിക്കുന്നതില് പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്നാ വിചാരിക്കുന്നത്. ദയവ് ചെയ്ത് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച കല്യാണം കഴിക്കും. അപ്പോഴല്ലേ എനിക്ക് ഹരീഷിനെ കല്യാണം കഴിക്കാൻ പറ്റൂ. എനിക്ക് വേണ്ടി സുഭാഷേട്ടൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമെങ്കിൽ ഒരു കല്യാണം കഴിച്ചാൽ മാത്രം മതി. ഇത് ഞാൻ സുഭാഷേട്ടനോട് പറയാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സുഭാഷേട്ടനെ കണ്ടത്. സുഭാഷേട്ടന്റെ കല്യാണത്തിലാ ഞങ്ങളുടെ ജീവിതം. എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കണേ, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് നീതു സന്തോഷത്തോടു കൂടി ഒടന്ന് പോവുകയാണ്. സുഭാഷ് വിഷമത്തോടു കൂടി നീതു പോകുന്നത് നോക്കി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നികേഷിന്റെയും നിധിയുടെയും ഒപ്പം ബസ് സ്റ്റോപ്പിലേക്ക് വരികയാണ് സുധീഷ്. എന്തിനാ ഞങ്ങളുടെ കൂടെ വന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഞാൻ ചുമ്മാ വന്നതാ. നികേഷ് ചുറ്റും നോക്കുകയാണ്. സുധീഷ് സംസാരിക്കുന്നതൊന്നും നികേഷ് ശ്രദ്ധിക്കുന്നില്ല. നിധി പുഞ്ചിരിച്ച് നികേഷിനെ നോക്കുന്നുണ്ട്. ചുറ്റും നോക്കി സുധീഷ് മനസ്സിൽ പറയണ, ഇവൻ എന്താ നോക്കുന്നത്? നികേഷ്, നിനക്ക് എന്താടാ പറ്റിയേ? ഒന്നുമില്ലാന്ന് നികേഷ് പറയുമ്പോൾ നിധി പറയണ, എന്ത് പറഞ്ഞാലും അവൻ കേൾക്കില്ല. ഇവിടെ അവൻ സൈറ്റ് അടിക്കുന്ന പെണ്ണ് വരുന്നത്. പിന്നെ എങ്ങനെയാ സുധീഷ് പറയുന്നത് അവൻ കേൾക്കുക? സുധീഷ് പറയണ, സുധീഷേട്ടാ ആ പെണ്ണ് വരുന്നുണ്ട്. എവിടെയെന്ന് ചോദിച്ചാൽ സുധീഷ് ആകാംക്ഷയോടുകൂടി നോക്കാനായി തുടങ്ങുമ്പോൾ നികേഷ് പറയണ, പെട്ടെന്ന് നോക്കല്ലേ സുധീഷേട്ടാ, പതിയെ നോക്കണം, കാഷ്വലായിട്ട്. ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ സുധീഷ് തിരിഞ്ഞു നോക്കുകയാണ്. ഫ്രണ്ടിന്റെ ഒപ്പം നടന്നു വരുന്ന ഗായത്രിയും സുധീഷിനെ നോക്കുന്നുണ്ട്. സുധീഷ് ചോദിക്കുന്നു, ഏത് പെണ്ണാടാ ഇത്? ആ വരുന്ന നികേഷ് പറയുമ്പോൾ സുധീഷ് പറയണ, ഇതേതാ ഈ കുട്ടി? മറ്റേത് ജോസേട്ടന്റെ മോള് ജിഷ. നിധി ചോദിക്കുന്നു, ഈ നാട്ടിലെ എല്ലാ പെൺകുട്ടികളുടെയും സെൻസസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അപ്പൊ സുധീഷ് പറയണ, അല്ല, ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളല്ലേ നിധി. പ്രസവിച്ച് വീണ കുഞ്ഞുങ്ങളെ മുതൽ മുതുക്കി കിളവിമാരെ വരെ എനിക്കറിയാം. നന്നായിട്ടുണ്ട്. നികേഷ് നാണത്തോടുകൂടി പുഞ്ചിരിക്കുകയാണ്. സുധീഷ് പറയണ, ഇവന് നാണമൊക്കെ വരുന്നുണ്ടല്ലോ നിധി. ഗായത്രി പുഞ്ചിരിച്ച അവരെ നോക്കുമ്പോൾ സുധീഷും നികേഷും പുഞ്ചിരിച്ച് ഗായത്രിയെ നോക്കുന്നുണ്ട്. സുധീഷ് ചോദിക്കുന്നു,
എന്താ നിധി, ആ പെണ്ണെ ഇവനെ തന്നെയാണല്ലോ നോക്കുന്നത്. ഈ പെണ്ണ് പുതിയ താമസക്കാരാണോ? ഞാൻ കണ്ടിട്ടില്ല. ഇത് കേട്ട നിധി പറയണ ഈ നാട്ടിലുള്ള എല്ലാരെയും അറിയാലോ. അപ്പൊ സുധീഷ് പറയുന്നു, എടാ ഇങ്ങനെ നോക്കി നിൽക്കാതെ പോയി സംസാരിക്ക്. അപ്പൊ നിധി പറയണ അതിന് സാറിന് ധൈര്യം വേണ്ട. അപ്പൊ സുധീഷ് പറയണ എല്ലാവരും എന്നെ പോലെ ആയില്ലല്ലോ നിധി. അപ്പൊ നിധി പറയണ അതെ അതെ, നിങ്ങളുടെ അത്രയും ധൈര്യം മാർക്കും ഉണ്ടാകില്ല. ഇത് കേട്ട് സുധീഷ് മനസ്സിൽ പറയണ ടോപ്പിക്ക് മാറ്റാം. നിധി ഓണമല്ലേ, വീട്ടുകാരെ മിസ് ചെയ്യോ? അപ്പൊ നിധി പറയാണ് ഞാൻ അവരെ മിസ് ചെയ്യും, ഞാനത് ഓർത്തായിരുന്നു. അങ്ങനെ വീട്ടിലത്തെ ഓണാഘോഷത്തെ കുറിച്ച് നിധി പറയുകയാണ്. ഗായത്രി തിരിഞ്ഞു നോക്കുന്നുണ്ട്. നികേഷ് ഗായത്രിയെ നോക്കുന്നു. സുധീഷും നിധിയും സംസാരിച്ചു നിൽക്കുകയാണ്. ഈ സമയം ഒരു ഓട്ടോ അവിടേക്ക് വരികയാണ്. ഗായത്രിയും ഫ്രണ്ടും ഓട്ടോയിലേക്ക് കയറാനായി തുടങ്ങുമ്പോൾ പുഞ്ചിരിച്ച അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് നികേഷ്. നികേഷിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഓട്ടോയിലേക്ക് കയറുകയാണ് ഗായത്രി. നിധി ചോദിക്കുന്നു, എടാ ആ പെണ്ണ് പോയല്ലോ. ഗായത്രി ഓട്ടോയിലിരുന്ന് ചിരിച്ചുകൊണ്ട് നികേഷിനെ നോക്കുകയാണ്. നികേഷ് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. ഏട്ടത്തി കണ്ടില്ലേ, പോയപ്പോഴും എന്നെ നോക്കി ചിരിച്ചു. അപ്പൊ സുധീഷ് പറയണ ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നാ മതിയോടാ, ചെന്ന് സംസാരിക്കണം. ഇത് കേട്ട് നിധി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയണ ഞാൻ നികേഷിന്റെ കാര്യം പറഞ്ഞു, ബസ് വരുന്നില്ലല്ലോ. തുടർന്ന് സുഭാഷ് ഓർക്കുകയാണ് നീതുവിന്റെ വാക്കുകൾ. സുഭാഷ് കല്യാണം കഴിക്കാതെ ഹരീഷ് കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞത്. അവിടേക്ക് വന്ന അവിനാശിനോട് നാട്ടിൽ നിന്ന് വന്നവരൊക്കെ പോയോ എന്ന് ചോദിക്കുകയാണ് സുഭാഷ്. അവിനാശ് പറയുന്നു, പോയി ഭയ്യ, ഈ നാട്ടിലുള്ള ഞങ്ങളുടെ നാട്ടുകാരുടെ വീട്ടിലെല്ലാം പോയി, എന്റെ വീടും കണ്ടുപിടിച്ചു പോയി. ഭയ്യ പറഞ്ഞ ഐഡിയ കാരണമാണ് ചാന്ദിനി പിടിക്കപ്പെടാതിരുന്നത്. സുഭാഷ് ചോദിക്കുന്നു, അവരവിടെ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയൊന്നുമില്ലല്ലോ. അപ്പൊ അവിനാശ് പറയണ പ്രശ്നം ഉണ്ടാക്കും, ചാന്ദിനിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറയും. ഇപ്പൊ രക്ഷപ്പെട്ടു, അത്രേ ഉള്ളൂ. ദേഷ്യത്തിൽ ചിലപ്പം അവൻ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചെന്നും വരും. അപ്പൊ സുഭാഷ് പറയണ അങ്ങനെ നടന്നാൽ ചാന്ദിനിക്ക് നല്ലതാണല്ലോ. നീ നോക്ക് അവിനാശെ, ഇഷ്ടമില്ലാത്ത കല്യാണം നടത്തരുത്. അവിനാശ് പറയുന്നു, ഇഷ്ടമില്ലാത്ത കല്യാണം നടത്തില്ല ഭയ്യ, ഭയ്യക്ക് വേണം ഞാൻ താങ്ക്സ് പറയാം. ഭയ്യ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ചാന്ദിനിയുടെ അവസ്ഥ എന്താകുമായിരുന്നു. അപ്പൊ സുഭാഷ് പറയണ അത് വീട് അവിനാശെ, നീ എന്റെ കൂട്ടുകാരനല്ലേ, നിനക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ സഹായിക്കില്ലേ. ശരി ഭയ്യ, ഞാൻ ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞ അവിനാശ് അവിടെ നിന്ന് പോവുകയാണ്. നീതു പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് സുഭാഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്